നമസ്കാരം സുഹൃത്തുക്കളെ, ഐഷാം സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമും തികച്ച് ചാനൽ മോണിറ്റൈസ് ചെയ്യുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. പലരും വളരെ കഷ്ടപ്പെട്ട് പല വഴികളിലൂടെ ഈ 4000 മണിക്കൂർ വാച്ച് ടൈം പൂർത്തിയാക്കാറുണ്ട്. എന്നാൽ അവസാനം മോണിറ്റൈസേഷൻ അപേക്ഷിക്കുമ്പോൾ യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വാച്ച് ടൈം പെട്ടെന്ന് കുറഞ്ഞു പോകുകയോ ചെയ്യാറുണ്ട്. ലക്ഷക്കണക്കിന് പുതിയ ക്രിയേറ്റർമാർക്ക് പറ്റുന്ന 5 വലിയ അബദ്ധങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് കാരണം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകാതെ പോകരുത്. ഒരു പോയിന്റും മിസ്സാക്കാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. യൂട്യൂബിൽ വരുന്ന 99% പുതിയ ക്രിയേറ്റർമാരും ചെയ്യുന്ന ആദ്യത്തെ വലിയ തെറ്റാണിത്. ചാനൽ തുടങ്ങി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി സ്വന്തം മൊബൈലിൽ നിന്ന് തന്നെ ആ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കാണും. ചിലർ വിചാരിക്കും ഫോണിൽ മറ്റ് ജിമെയിൽ ഐഡികൾ ലോഗിൻ ചെയ്ത് കണ്ടാൽ യൂട്യൂബ് കണ്ടുപിടിക്കില്ല എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, യൂട്യൂബ് അൽഗോരിതം നമ്മൾ വിചാരിക്കുന്നതിലും ബുദ്ധിയുള്ളതാണ്. നിങ്ങളുടെ ഫോണിന്റെ IP അഡ്രസ്സും വൈഫൈ നെറ്റ്വർക്കും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒരേ ഫോണിൽ നിന്ന് എത്ര ID മാറ്റി കണ്ടാലും യൂട്യൂബ് അത് ട്രാക്ക് ചെയ്യും. തുടക്കത്തിൽ YT സ്റ്റുഡിയോയിൽ ഈ വാച്ച് ടൈം കാണിക്കുമെങ്കിലും കൃത്യം 7 ദിവസത്തിനുള്ളിൽ ഏൺ ടാബിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ വാച്ച് ടൈം മുഴുവൻ കുറഞ്ഞു പോകും. അതുകൊണ്ട് സ്വന്തം വീഡിയോ സ്വന്തം ഫോണിൽ ഇരുന്ന് കാണുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തുക. രണ്ടാമത്തെ വലിയ ചതിക്കുഴിയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന ചില പരസ്യങ്ങൾ. വെറും 500 രൂപ നൽകൂ, 4000 മണിക്കൂർ വാച്ച് ടൈം ഞങ്ങൾ ഒപ്പിച്ചു തരാം എന്ന് പറയുന്ന ഒരുപാട് വ്യാജന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പലരും ഈ ചതിയിൽ പോയി വീഴാറുണ്ട്. അവർ ചില പ്രത്യേക സോഫ്റ്റ്വെയറുകളോ ബോട്ട് വ്യൂസോ ഉപയോഗിച്ച് നിങ്ങളുടെ വാച്ച് അവേഴ്സ് താൽക്കാലികമായി കൂട്ടിത്തരും. പക്ഷെ ഓർക്കുക, യൂട്യൂബ് ഈ വാച്ച് ടൈം കൃത്യമായി പരിശോധിക്കും. ഇത്തരം കൃത്രിമ വഴികളിലൂടെ കിട്ടുന്ന വാച്ച് ടൈം അപ്ഡേറ്റ് വരുമ്പോൾ മുഴുവനായി റദ്ദാക്കപ്പെടും. ഇതിലൂടെ നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ചാനലിന്റെ റീച്ച് എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യും. ഓർഗാനിക്കായി ആളുകൾ വന്നു കാണുന്ന വാച്ച് ടൈം മാത്രമേ മോണിറ്റൈസേഷൻ എടുക്കൂ. മൂന്നാമത്തെ കാര്യം, പലർക്കും അറിയാത്ത ഒന്നാണ്, ഗൂഗിൾ ആഡ്സ് വഴി നമ്മുടെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്നത് തികച്ചും ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. പണം നൽകി നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഗൂഗിൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതുവഴി നിങ്ങളുടെ ചാനലിലേക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അത് 100% ഒറിജിനൽ ആണ്. എന്നാൽ ഇവിടെയുള്ള പ്രധാന നിയമം എന്തെന്നാൽ, ഗൂഗിൾ ആഡ്സ് കമ്പയിൻ വഴി നിങ്ങളുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന വ്യൂസും അതിലൂടെ ഉണ്ടാകുന്ന വാച്ച് ടൈമും മോണിറ്റൈസേഷനുള്ള 4000 മണിക്കൂർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. ചാനൽ വളർത്താൻ ഗൂഗിൾ ആഡ്സ് നല്ലതാണെങ്കിലും വാച്ച് അവേഴ്സ് കൂട്ടാൻ വേണ്ടി ഇതിലേക്ക് പണം ഇറക്കുന്നത് പൂർണ്ണമായും നഷ്ടമാണ്. നാലാമത്തെ വലിയ സംശയം വരുന്നത് ഷോർട്സ് വീഡിയോകളെ കുറിച്ചാണ്. പലരും ദിവസവും ഒരുപാട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് വ്യൂസും വലിയ രീതിയിൽ വാച്ച് ടൈം ഉണ്ടാകാറുണ്ട്. ചാനൽ അനലിറ്റിക്സിൽ നോക്കുമ്പോൾ ഈ വാച്ച് ടൈം കണ്ട് നമ്മൾ സന്തോഷിക്കും. പക്ഷേ സുഹൃത്തുക്കളെ, യൂട്യൂബ് ഷോർട്സ് ഫീഡിൽ ആളുകൾ സ്ക്രോൾ ചെയ്ത് കാണുന്ന വീഡിയോകളുടെ വാച്ച് ടൈം ലോങ് വീഡിയോകളുടെ 4000 മണിക്കൂർ ക്രൈറ്റീരിയയിൽ ഒട്ടും കൂട്ടുകയില്ല. ഷോർട്സ് വഴി ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ 1 കോടി വ്യൂസ് വേണം. ലോങ് വീഡിയോ വഴിയാണെങ്കിൽ 4000 വാച്ച് ടൈമും വേണം. ഇത് രണ്ടും 2 കാറ്റഗറിയിൽ എന്ന് മനസ്സിലാക്കുക. അവസാനത്തെയും 5ാമത്തെയും തെറ്റ് എന്തെന്നാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലോങ് വീഡിയോ പെട്ടെന്ന് വൈറലായി വലിയ വാച്ച് ടൈം കിട്ടി എന്ന് വിചാരിക്കുക. എന്നാൽ ആ വീഡിയോയിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നമോ മറ്റോ ഉണ്ടെന്ന് പേടിച്ച് മോണിറ്റൈസേഷൻ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി മാറ്റുകയോ ചെയ്താൽ
ആ വീഡിയോയിലൂടെ ലഭിച്ച മുഴുവൻ വാച്ച് ടൈമും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഉടൻ തന്നെ കുറയും. നമ്മൾ മോണിറ്റൈസേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ചാനലിൽ പബ്ലിക്കായി കിടക്കുന്ന വീഡിയോകളുടെ വാച്ച് ടൈം മാത്രമേ യൂട്യൂബ് കണക്കിലെടുക്കൂ. അതുകൊണ്ട് ഈ 5 തെറ്റുകളും വരുത്താതെ നല്ല കണ്ടന്റുകൾ ചെയ്ത് ഒറിജിനലായി ചാനൽ വളർത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഐഷാം സൊല്യൂഷൻസ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടെക് അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.